സെമൻ അനാലിസിസിനെ കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. സെമൻ അനാലിസിസിൽ നമ്മൾ സാമ്പിളിൽ എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത്? പേഷ്യന്റിന്റെ പേര്, പേഷ്യന്റെ സ്പൗസിന്റെ പേര്, ഐഡന്റിഫിക്കേഷൻ നമ്പർ, കൂടാതെ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് കളക്ഷൻ, ഇതെല്ലാം സാമ്പിളിൽ നോട്ട് ചെയ്യണം. ഇതിന് ഫിസിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം. അതായത് അതിൻ്റെ വോളിയം, കളർ, വിസ്കോസിറ്റി അഥവാ സാന്ദ്രത, ലിക്വിഫാക്ഷൻ ടൈം, അത് വെള്ളം പോലെ ആവാനുള്ള സമയം, ഇത്രയും ഫിസിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം. കൂടാതെ നോക്കുന്ന മേജർ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ കൗണ്ട്, ആ സാമ്പിളിലുള്ള ടോട്ടൽ കൗണ്ട്, 1 ml എത്രയാണ് സ്പേംസ് അഥവാ ബീജാണുക്കൾ ഉള്ളത്, അതിൻ്റെ ചലനശേഷി പ്രോഗ്രസീവായിട്ട് വളരെ വേഗത്തിൽ സ്പീഡിൽ ചലിക്കുന്ന ബീജാണുക്കൾ ഉണ്ടാവാം, നിന്നിടത്ത് തന്നെ നിന്ന് ചലിക്കുന്ന ബീജാണുക്കൾ ഉണ്ടാവാം, ഒട്ടും ചലനശേഷി ഇല്ലാത്ത ബീജാണുക്കളും ഉണ്ടാവാം. ഇത് വേർതിരിച്ച് നമ്മൾ നോക്കാറുണ്ട്. ഇത് കൂടാതെ ബീജാണുക്കൾ നോക്കുന്നത് കൂടാതെ സെമിനൽ പ്ലാസ്മയിൽ ഇമ്മച്വർ ആയിട്ടുള്ള സ്പേംസ് ഉണ്ടോ, വെളുത്ത രക്താണുക്കളുണ്ടോ, ഇൻഫെക്ഷൻ കാണിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഇതൊക്കെയാണ് സാധാരണയായി ബീജപരിശോധനയിൽ നമ്മൾ കാര്യമായി നോക്കുന്നത്. ഇത് മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടുകൂടിയാണ് ഈ പരിശോധന നടക്കുന്നത്. കമ്പ്യൂട്ടർ എയ്ഡഡ് സെമൻ അനാലിസിസ് എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ വഴിയായിട്ട് ചെയ്യുന്ന സെമൻ അനാലിസിസും അവൈലബിൾ ആണ്. അപ്പം നോർമൽ കൗണ്ട് എന്ന് പറയുന്നത് WHO 2021 ക്രൈറ്റീരിയ പ്രകാരം 16 മില്യൺ, ഒരു ml 16 മില്യൺ ബീജാണുക്കൾ ഉണ്ടാവണം, 42% ചലനശേഷി വേണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. 4% നോർമൽ മോർഫോളജി വേണം, വൈറ്റാലിറ്റി അഥവാ ലൈവ് ആയിട്ടുള്ള സ്പേംസ് 54% വേണം. ഇത്രയുമാണ് പുതിയ WHO 2021 ക്രൈറ്റീരിയ പ്രകാരം പറയുന്നത്. മൂന്നാമതായി നമ്മൾ നോക്കുന്ന മേജർ ഫാക്ടർ എന്ന് പറയുന്നത് മോർഫോളജി. ബീജാണുക്കളുടെ രൂപത്തിലുള്ള വ്യതിയാനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അതിൽ എന്തൊക്കെയാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീജാണു എന്ന് പറയുമ്പോൾ അതിനൊരു തലയുണ്ടാവും, ഒരു കഴുത്ത്, വാലാണ് ബീജാണുക്കൾക്ക് ചലനശേഷി കൊടുക്കുന്നത്. അതിനുവേണ്ടി കൊടുക്കുന്ന എനർജി കൊടുക്കുന്ന മൈറ്റോകോൺട്രിയ പോലുള്ള ഭാഗങ്ങൾ, എനർജി കൊടുക്കുന്ന ഭാഗങ്ങൾ ഇരിക്കുന്നത് നെക്ക് പീസിലാണ്. അപ്പോൾ ഇത് മൂന്നിൻ്റെയും രൂപത്തിലും ഘടനയിലും സാധാരണയിൽ വ്യത്യാസമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. സെമൻ അനാലിസിസ് വെറും പുരുഷന്റെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ മാത്രമല്ല കാണിക്കുന്നത്, എന്തെങ്കിലും എൻഡോക്രൈൻ അബ്നോർമാലിറ്റീസ് ഉണ്ടോ, ഇൻഫെക്ഷൻസ് ഉണ്ടോ, കൂടാതെ സെമൻ വരുന്ന പാത്വേയിൽ ബ്ലോക്ക് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇത് ഒരു ക്ലിനിഷ്യനെ അഥവാ ഒരു ഡോക്ടറെ എങ്ങനെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യണം, എങ്ങനെ പ്രോഗ്രസ് അസസ് ചെയ്യണം എന്നുള്ളതും നോക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു പരിശോധനയാണ്. പുരുഷന്മാർക്ക് ഏറ്റവും ആധികാരികമായി നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിശോധനയാണ് ഫെർട്ടിലിറ്റി ഇഷ്യൂസിൽ. അതുകൊണ്ട് തന്നെ അത് വളരെ നിസ്സാരമായിട്ട് ചെയ്യരുത്, വളരെ ശ്രദ്ധയോടുകൂടിയും ചെയ്യേണ്ട ഒരു പരിശോധനയാണ്.